ഷോർട്സിലും റീൽസിലുമെല്ലാം വൈറലായിട്ടുള്ള നമ്മുടെ വെള്ളച്ചാട്ടമുള്ള ക്ഷേത്രം, അതായത് കോട്ടയത്തുള്ള അഞ്ചുകുരി ക്ഷേത്രം, അത് കാണാൻ വേണ്ടിയുള്ള പോക്കാണ്. രാവിലെ വരണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ഏകദേശം അതിരാവിലെ തന്നെ പോകണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷേ അത് നടന്നില്ല. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. കാര്യം രാവിലെ കുറച്ച് മഴയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച സമയത്ത് കുറച്ച് മഴയും കാര്യങ്ങളും കാറ്റും എല്ലാം അടിച്ചതുകൊണ്ട് ആ സമയത്ത് ഇറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ അങ്ങോട്ടൊരു മടി പിടിച്ചു. പിന്നെ പോകണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്തായാലും തീരുമാനിച്ചല്ലേ, പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഒരു 10:30-11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്തു. എന്നിട്ടും ഒരു 11 മണിയായിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഒരു മഴയുടെ ലക്ഷണമൊക്കെ ഉള്ളത് കൊണ്ടൊരു മഴക്കോട്ടൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി. പക്ഷേ മഴക്കോട്ട് കിട്ടിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വെള്ള കളർ തന്നെ വേണമായിരുന്നു. വെള്ള കളർ കിട്ടാത്തതുകൊണ്ട് പിന്നെ കിട്ടുന്നത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ പോയി. എന്തായാലും തിരുവല്ല ഭാഗം എത്തിയപ്പോഴത്തേക്ക് ആ വെള്ള കളറിൽ മഴക്കോട്ട് കിട്ടിയതുകൊണ്ട് അത് മേടിച്ച് പിന്നെ നേരെ എങ്ങും വണ്ടി നിർത്തിയില്ല. ഒറ്റ വിടലായിരുന്നു. ഇടക്ക് നിർത്തി എണ്ണ അടിക്കണമെന്ന് തോന്നുന്നു. ആ എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തി. പിന്നെ അങ്ങനെ പോയിക്കൊണ്ട് കുറേ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് മഴ പെയ്തു. കുറച്ച് ഇടയ്ക്കിങ്ങനെ ചെറിയ മഴ പെയ്തു. മഴ പെയ്തിട്ടും പിന്നെ കോട്ടൊന്നും ഇടാനൊന്നും ട്രൈ ചെയ്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചാറ്റ് മഴയല്ല, കൊണ്ടപ്പോൾ നല്ല സുഖമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ പിന്നെ വിട്ട് ചെന്ന് വഴിയൊക്കെ കുറേയൊക്കെ തെറ്റി. ആദ്യമൊക്കെ കുറേ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ചോദിച്ച് ഏകദേശം എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് കാര്യം മനസ്സിലാകുന്നത്. കാര്യം അവിടെ ഒരു വലിയ മെയിൻ ഗേറ്റുണ്ട്. നമുക്ക് ഈ ഇറക്കത്തിലോട്ട് ഇറങ്ങി പോകുമ്പോൾ ഒരു വലിയ, അതായത് ഈ അമ്പലത്തിലേക്ക് ഇറങ്ങി പോകുന്നൊരു ഇറക്കം, അതായത് ഇറക്കത്തിലേക്കാണ് നമ്മൾ ഇറങ്ങി പോകേണ്ടത്. അതിലൊരു ഒരു വലിയൊരു ഗേറ്റ് അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അത് അവർ ലോക്കാക്കിയിരിക്കുകയാണ്. പിന്നെ ഇത് മൊത്തത്തിൽ അവർ തുറന്നു കൊടുക്കുന്നത് വൈകുന്നേരത്തെ പൂജയ്ക്കും രാവിലെയുള്ള പൂജയ്ക്കും പിന്നെ വെള്ളിയാഴ്ചകളിലാണ് അവിടെ മെയിനായിട്ട് ആൾക്കാർ വരുന്നതെന്നാണ്. അതായത് മെയിൻ വെള്ളിയാഴ്ചയാണ് അവിടെ പ്രധാനം എന്നാണ് അവിടുത്തെ കണ്ട നാട്ടുകാരനായ ഒരു ചേട്ടൻ പറഞ്ഞത്. എന്തായാലും പിന്നെ ഞങ്ങൾ ഇത്രയും വന്ന സ്ഥിതിക്ക് എന്തായാലും കണ്ടിട്ട് എങ്ങനെയെങ്കിലും കാണാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് അവർ നട തുറക്കുന്നതിനും വരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നീട് കാണാം എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വേറെ ഒരു ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നതാണ്. പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിട്ട് അവിടെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ആ വലിയ ഗേറ്റിലൊരു ചെറിയ ഗേറ്റ് ഉണ്ടായിരുന്നു. അത് ലോക്ക് ഓപ്പൺ ആക്കിയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ മനസ്സിലായി നമുക്കത് കയറാമെന്നുള്ളതാണ്. പിന്നെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ക്ഷേത്രാചാര മര്യാദകൾ പാലിച്ച് വേണം നമ്മളവിടെ നിൽക്കാനും എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് പാലിച്ചുകൊണ്ട് തന്നെയാണ് പിന്നെ അത് ചെയ്തത്. കാര്യം ഒരുപാട് പേര് വരുന്നുണ്ട്. ഈ വൈറലായതിനു ശേഷം ക്ഷേത്രത്തിൽ ഒരുപാട് പേര് വരുന്നുണ്ടെന്നാണ് അവിടെ ഉള്ള ആൾക്കാർ പറയുന്നത്. അതായിരിക്കണം അത്ര ഇത്. പിന്നെ CCTV ഒക്കെ വെച്ചിട്ടുണ്ട് നന്നായിട്ട്. എല്ലാം സെക്യൂരിറ്റിയൊക്കെ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആ വെള്ളത്തിൽ ആൾക്കാർ ഭയങ്കര വെള്ളവും വരും. നല്ല മഴയുള്ള സീസണാണെങ്കിൽ ഭയങ്കരമായിട്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു പുഴയാണത്. പക്ഷേ ഇത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അത്ര വെള്ളമില്ല, എങ്കിലും ഒരു നോർമൽ വെള്ളം അത്രയേ ഉള്ളൂ. കാര്യം മഴ കുറവായിരുന്നല്ലോ ഈ കഴിഞ്ഞ ആഴ്ച. അതായത് ഞങ്ങൾ പോകുന്ന 3-4 ദിവസം 5-6 ദിവസമൊക്കെ ആയിട്ട് മഴ കുറവായിരുന്നു. അതിൻ്റെയാണ് ഈ വെള്ളം ഇത്രയും കുറഞ്ഞത്. എന്തായാലും ഞങ്ങൾ കാണാവുന്ന അത്രയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് പുഴയുടെ സൈഡിൽ കൂടിയൊക്കെ നടന്നു. പിന്നെ നമുക്ക് ക്ഷേത്രം അടുത്തൊക്കെ പോയി കാണാം കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തെ കരയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയത്തില്ല. കാര്യം അതവർ ലോക്ക് ചെയ്തിരിക്കുവാണ്. ഇപ്പുറത്തുനിന്നൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു ഗേറ്റ് ഇട്ട് അത് ലോക്ക് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്ന്, അതായത് അപ്പുറത്തും കരയുടെ ഇപ്പുറത്തെ കരയിൽ നിന്ന് പുഴയുടെയും ക്ഷേത്രത്തിൻ്റെയൊക്കെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. എന്തായാലും വന്നത് ഒരു വർത്തായി. എന്ന് വെച്ചാൽ നല്ലൊരു ശാന്തത, ഒരു സമാധാനമൊക്കെ തോന്നുന്നൊരു സ്ഥലം. ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന വനത്തിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പുഴയൊക്കെ ഒഴുകുന്ന ഒരു മനോഹരമായ ക്ഷേത്രം.